ഹലോ ട്രേഡേഴ്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗോൾഡിൽ ഇന്നലെ ഫ്ലക്ച്വേഷൻ എങ്ങനെയായിരുന്നു. കാരണം 11 മണിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ആക്ച്വലി നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് കാര്യമായ രീതിയിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായില്ല ഇന്നലെ നൈറ്റിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ കാര്യമായ ചേഞ്ചസ് ഒന്നും വന്നിട്ടുണ്ടായില്ല. 4.50 എന്ന് പറയുന്ന കറൻ്റ്ലി ഉള്ള റേറ്റ് തന്നെയായിരുന്നു ഈ 2025 ഫസ്റ്റത്തെ ഫെഡ് റേറ്റ് ആയിട്ട് അവർ പബ്ലിഷ് ചെയ്തത്. സോ കറൻ്റ്ലി ആ ഒരു ഫ്ലക്ച്വേഷൻ കൊണ്ട് കാര്യമായ മാറ്റം ഉണ്ടായില്ല എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ജസ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ഡിപ്പ് ചെയ്തു. ആ ഒരു കണ്ടീഷൻ കൊണ്ട് ഡിപ്പ് ചെയ്യുകയും പിന്നെ അതിനുശേഷം കോൺസ്റ്റൻ്റ് ആയിട്ടാണല്ലോ. കാരണം റേറ്റ് കട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ നമുക്കറിയാം മാർക്കറ്റ് എന്ത് ചെയ്യുന്ന ഒരു ഫോൾ വീഴാനുള്ള ചാൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ റേറ്റ് കട്ടില്ല, സ്റ്റിൽ അതിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് അഗെയിൻ എന്ത് ചെയ്ത് ബൈ ട്രേഡ് പിടിക്കുകയാണ് ചെയ്തത്. കാരണം ഇന്നലെ മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവൽ ഓഫ് കംപ്രസ്ഡ് ഏരിയ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് പോകാനുള്ള ചാൻസസ്. പക്ഷേ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഓൾറെഡി ബൈ ഇട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിരുന്നു. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടായിരുന്നു നല്ല രീതിയിലൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണെന്ന് ഈ ഒരു ഏരിയ എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഈ ഒരു പർട്ടിക്കുലർ ലൈനിലോട്ട്. കാരണം നമ്മൾ പറഞ്ഞു ഇവിടെ നിന്ന് ഇന്നലെ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ഈ ഒരു ട്രെൻഡ് ലൈൻ ടാപ്പ് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ലൈൻ ഇന്നലെ ടാപ്പ് ചെയ്യാതെ തന്നെ മാർക്കറ്റ് അവിടെ എന്ത് ചെയ്ത് 3 പ്രാവശ്യം മൾട്ടിപ്പിൾ ടൈംസ് അവിടെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു കംപ്രഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി ഇവിടെ നിന്നൊരു ബൈ എടുത്തിട്ടുണ്ടായി. ദെൻ അടിയിൽ നമ്മളൊരു ബൈ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ ചെയ്യുക, മാർക്കറ്റ് ആ ന്യൂസ് ടൈമിൽ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു എന്ന് കട്ട് ചെയ്യാതെ സെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ലിക്വിഡിറ്റി ഉണ്ടല്ലോ. കാരണം എന്താണ്, ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു കംപ്രസ്ഡ് ഏരിയ നമുക്ക് ടാപ്പ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, 50 മിനിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർലി ഇത് കണ്ടോ മൾട്ടിപ്പിൾ ടൈംസ് അവർ ടാപ്പ് ചെയ്യുകയും അതിന് താഴെ സ്റ്റോപ്പ് ലോസ് വരുന്ന രീതിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെന്തെങ്കിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ആ ലിക്വിഡിറ്റി ക്രിയേഷൻ ടാപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹണ്ട് ചെയ്യുന്ന രീതിക്ക് മാർക്കറ്റ് ആ ന്യൂസിന് ശേഷം ഒന്ന് ഡ്രോപ്പ് ചെയ്തു. ആ ഡ്രോപ്പിന് ശേഷം മാർക്കറ്റിനുള്ള ഒരു ഹൈ വോളിയം പമ്പിങ് ആയിരുന്നു. പിന്നെയാണ് മാർക്കറ്റ് നല്ല രീതിക്ക് കയറിപ്പോകുന്നത്. കാരണം ഈ ഒരു ടാപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ബേസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 11 മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു ന്യൂസ് ഫ്ലക്ച്വേഷന് ശേഷം. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നോർമൽ സ്റ്റിൽ ആ ഒരു സ്പെസിഫൈഡ് എമൗണ്ട്, അതായത് 4.50 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും പമ്പ് ചെയ്ത് പോവുകയാണ് ചെയ്താക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ വീണ്ടും അഗെയിൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു കംപ്രഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റ്. അതിനുശേഷം എങ്ങാടാണോ ബ്രേക്കൗട്ട് ചെയ്യുന്നത് അങ്ങോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത നമുക്കുണ്ടായിരുന്നു. സോ ഈ ഒരു ലെവലിൽ മേലെ നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ടിന് ശേഷം, ഇവിടുത്തെ ബ്രേക്കൗട്ടിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല, പക്ഷേ ഈ ഒരു ബ്രേക്കൗട്ടിന് ശേഷം എഗെയിൻ നമ്മൾ എന്ത് ചെയ്തൊരു ട്രേഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കംപ്രഷനാണ് നമുക്ക് കൺഫേം കിട്ടിയത്. എന്നാൽ പോലും ഇതിനുള്ള മേലേക്ക് ഒരു ബ്രേക്കൗട്ട് കിട്ടിയപ്പോൾ വീണ്ടും നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇത് റണ്ണിങ് ആണ്. ഇതിൻ്റെ ടാർഗറ്റ് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഉണ്ടായ ഹൈ തന്നെയാണ് കാണുന്നത്. പക്ഷേ നമ്മൾ ലോങ് ടൈമിലോട്ടൊരു കാണുന്നുണ്ട് മൂവ്മെൻറ്റും നല്ലൊരു വോളിയം പമ്പിങ് ഉള്ളതുകൊണ്ട് തന്നെ. കാരണം ഇവിടത്തേക്ക് മാർക്കറ്റ് റീടെസ്റ്റ് വരാതെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് ഇവിടെ റീടെസ്റ്റ് വന്നുകൊണ്ട് തന്നെ ഹൈ വോളിയം പമ്പിങ് നമുക്കവിടെ കാണുന്നുണ്ട്. സോ നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയാനായിട്ട് മേലേക്ക് തന്നെയാണ്, ഒരു 2.800 വരെയൊക്കെ പോകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസിലാണ് നമ്മൾ ഈ ഒരു ഹോൾഡിംഗ് ഉള്ളത്. സോ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 2785 എന്ന് പറയുന്ന ലാസ്റ്റ് ഹൈ തന്നെ, പ്രീവിയസ്ലി ഉണ്ടായ ക്രിയേറ്റ് ചെയ്ത ഹൈ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എന്നാലും ഇത് നല്ല രീതിയിൽ വോളിയം പമ്പ് ചെയ്യാനുള്ള ചാൻസസ് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, മാർക്കറ്റ് 4.50 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് മാർക്കറ്റ് ഗോൾഡ് മാർക്കറ്റ് എഗെയിൻ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസാണ്. ഇതിപ്പോൾ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിപ്പോൾ പ്രൈസ് ആക്ഷനെ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം ഒരു ട്രെൻഡ് പിടിക്കുന്നതുകൊണ്ട് തന്നെ ഗോൾഡ് മാർക്കറ്റ് നല്ല രീതിയിൽ പ്രൈസ് ആക്ഷൻ സെഗ്മെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്യാണ്. മുന്നത്തെ പോലെ ഓർഡർ ബ്ലോക്സ് ടാപ്പിംഗ് ഒക്കെ കമ്പാരിറ്റീവ് ലോ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്ത് ചെയ്യുക, കംപ്രസ്ഡ് ഏരിയ ടാപ്പിംഗ് അതേപോലെ ബ്രേക്ക് ഔട്ട്സിനെ ബേസ് ചെയ്തിട്ട് മാത്രം നോക്കിയാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന രീതിക്ക് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്ത് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ പഴയ പോലെ തന്നെ മാർക്കറ്റ് മാനിപ്പുലേഷൻസ് നല്ല രീതിയിൽ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക, കാരണം കംപ്രസ്ഡ് ഏരിയയിൽ ലിക്വിഡിറ്റി ആഡ് ചെയ്തിട്ട് ആ ലിക്വിഡിറ്റി ഏരിയ ആഡ് ചെയ്തതിന് ശേഷം ആ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുള്ള പമ്പിങ്ങാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെയും ലിക്വിഡിറ്റി ആഡ് ചെയ്തിട്ടുണ്ടായി, പക്ഷേ ബ്രേക്കൗട്ട് വന്നിട്ട് മേലേക്ക് തന്നെ ട്രാവൽ ചെയ്ത് പോകുന്നത്. പിന്നെ DXYയുടെ കണ്ടീഷൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റില്ല് ആ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടെങ്കിൽ പോലും അതൊന്നും കാര്യമായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, ഗോൾഡിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ, റിഫ്ലക്ഷൻ ചെയ്യാൻ പറ്റുന്ന അത്ര ഒന്നും എന്ത് ചെയ്യുക ഇത് മാർക്കറ്റിലോട്ട് തന്നിട്ടില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്റ്റിൽ ഗോൾഡിൻ്റെ ബൈയിങ് പ്രഷർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സോ നമുക്ക് നോക്കാം, എന്തായാലും ഗോൾഡ് ഇൻ ഫ്യൂച്ചറിലേക്ക് മേലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു ഡെയിലി സെഗ്മെൻറ്റ് വെച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇൻ ഫ്യൂച്ചർ മേലേക്ക് തന്നെ റേസ് ചെയ്യാനുള്ള ചാൻസ് ആണ്. സോ ലാസ്റ്റ് ഉണ്ടായ ഹൈ എഗെയിൻ, അതായത് 2790 എന്ന് പറയുന്ന
എഗെയിൻ ടാപ്പ് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ കാണുന്നത്. സോ അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് പമ്പ് ചെയ്ത് കയറി പോകാനുള്ള ചാൻസസ് നമുക്കുണ്ട്. പോരാത്തതിന് ഈ ഇൻട്രസ്റ്റ് റേറ്റും ചേഞ്ച് ആക്കാത്തതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വേറൊരു കണ്ടീഷൻ കൂടി പറയാം. ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അത് ഫെയിലായിരുന്നു. ഈ ഒരു ടാപ്പിനെ ബേസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്ത് നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രോപ്പ് എക്സ്പെക്ട് ചെയ്യാന്നുള്ള മൂഡിൽ തന്നെ ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്ത് അത് ബ്രേക്ക് ചെയ്തില്ല. മറിച്ച് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ഇൻവേർട്ട് ഹെഡ് ആൻഡ് ഷോൾഡർ കണ്ടീഷൻ ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. ഷോൾഡേഴ്സ്, ഹെഡ്, ദെൻ എഗെയിൻ ഷോൾഡർ, ദെൻ ബ്രേക്ക് ഔട്ട്, മാർക്കറ്റ് പമ്പിങ്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് വെച്ചത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ പമ്പ് ചെയ്ത് മേലേക്ക് പോകാനുള്ള പോസിബിലിറ്റി തന്നെയാണ് കാണുന്നത്. സോ നമുക്ക് എന്തായാലും ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേക്കും നമുക്ക് നോക്കാം. നല്ല രീതിയിലുള്ള വോളിയം ഇൻടേക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു 2800 2810 2810 എന്ന് പറയുന്ന പർട്ടിക്കുലർ റേഞ്ച് വരെയൊക്കെ റീച്ച് ചെയ്യാനുള്ള ചാൻസസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇത് വെച്ചിട്ട് നോക്കുകയാണ്, ഫിബ് എക്സ്റ്റൻഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് റിജക്ഷൻ എവിടെ വന്നെ നോക്കാം. അതെ, ഏകദേശം എന്താ 2804 ആ റേഞ്ചിലാണ് ഫസ്റ്റ് റിജക്ഷനായിട്ട് നമുക്ക് ഇവിടെ കാണാം. സെക്കൻഡ് റിജക്ഷൻ 840 840 ആ റേഞ്ചിലേക്കുള്ള റിജക്ഷൻസുമാണ് നമ്മൾ കാണുന്നത്. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ന്യൂയോർക്ക് മാർക്കറ്റിൽ നല്ലൊരു വോളിയം ഇൻടേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് മച്ച് മൂവ്മെൻറ്റ് ഓഫ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കമ്മിങ് ഡേയ്സിലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഗോൾഡ് എല്ലാവരും ട്രേഡ് ചെയ്യണമെങ്കിൽ ബൈ മാത്രം നോക്കാം. ഇനിയിപ്പോൾ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 2790 എന്ന് പറയുന്ന പർട്ടിക്കുലർ ഏരിയയും കൂടി ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺഫേം ബൈയാണ്, സെല്ലാരും നോക്കരുത്. പിന്നെ ICT എന്ന് പറയുന്ന ലെവൽസ് നോക്കണേന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഗോൾഡിൽ ICT ഓർഡേഴ്സ് അല്ലെങ്കിൽ പെൻഡിങ് ഓർഡേഴ്സ് ടാപ്പ് ചെയ്യണത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം മാർക്കറ്റ് മേജർലി ഹൈ വോളിയം നിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് പ്രൈസ് ആക്ഷനായിട്ട് കാണുന്നുണ്ട്. ആകെ നമുക്ക് എന്ത് ചെയ്യുക, കംപ്രസ്ഡ് ഏരിയ കണ്ടീഷൻ ക്രിയേഷൻ, അതായത് SMC കണ്ടീഷൻസ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്രസ്ഡ് ഏരിയ, അതായത് ഒരു ഏരിയയിൽ മാർക്കറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്ന് കംപ്രസ് ചെയ്തിട്ട് ലിക്വിഡിറ്റി ആഡ് ചെയ്തിട്ട് ആ ലിക്വിഡിറ്റി ടാപ്പിന് ശേഷമാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് മേലേക്ക് പമ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു കൺസിഡറേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ICT ഓർഡേഴ്സ് ഓക്കെ ഫൈൻ, അത് ഗുഡായിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ്, നമ്മൾ ICT യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സംടൈംസ് അത് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് പ്രൈസ് ആക്ഷന് കൊടുക്കുമ്പോൾ ആ ഒരു മെത്തേഡ് കുറച്ചും കൂടി ഗോൾഡ് ഈ ഒരു ടൈമിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇറ്റ്സ് മൈ ഒപ്പീനിയൻ. ഇത് ഇങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല, എൻ്റെ സൈഡിൽ നിന്നുള്ള ഞാൻ കണ്ട വ്യൂവിൽ ഞാൻ പറയുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പമ്പിങ് വോളിയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ടാപ്പ് ഇവിടെ കൊടുക്കണേലും പോസിബിലിറ്റി, ഇത് ജസ്റ്റ് ഒരു ഇംബാലൻസ് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് പമ്പ് ചെയ്തൊക്കെയാണ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ. സോ ഇതിന് ഇത്രയും നല്ലൊരു പെൻഡിങ് ഓർഡർ ഇവിടെ കിടന്നിട്ടും അതേപോലെ ഇത്രയും നല്ലൊരു കംപ്രസ്ഡ് ഏരിയ ഇവിടെ കിടന്നിട്ടും മാർക്കറ്റ് അത് ഇതുവരെ ടാപ്പ് ചെയ്യാതെയൊക്കെയാണ് മാർക്കറ്റ് പോയേക്കണം. സോ ICT വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു ലെവല് നമ്മൾ എന്ത് ചെയ്ത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഈ പെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്സ് അല്ലെങ്കിൽ കംപ്രസ്ഡ് ഏരിയ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ സംടൈംസ് ഇത് മീറ്റ് ചെയ്യാതെ പോകുന്നുണ്ട് അത്രയും വോളിയം മാർക്കറ്റിൽ ഇൻടേക്ക് ചെയ്യുമ്പോൾ. സോ അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യുക, കണ്ണിങ് ആയിട്ട് ഒരു 50 മിനിറ്റിലൊക്കെ പോയിട്ട് ബ്രേക്ക് ഔട്ട്സ് അതേപോലെ തന്നെ കംപ്രസ്ഡ് ഏരിയയിൽ ഉണ്ടാകുന്ന മാനിപ്പുലേഷൻസിനെയൊക്കെ ബേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ മാർക്കറ്റ് കണ്ടീഷൻസ് വാച്ച് ചെയ്തപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ട്രേഡ് അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് പോയതായിരുന്നു. ഈ ഒരു ട്രേഡ് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. മാർക്കറ്റ് ഇവിടെ കംപ്രസ്ഡ് ആയി, അതിനുശേഷം ഒരു പ്രോപ്പർ റെസിസ്റ്റൻസ് മീറ്റ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് എന്ത് പ്രീവിയസ്ലി ഉണ്ടായി ഈ ലോനെ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് പമ്പ് ചെയ്തത്. അതേപോലെ കഴിഞ്ഞ ഒരു 2 ഡേയ്സ് മുന്നേ നമ്മളെടുത്ത ട്രേഡിലും അതേപോലെ തന്നെ കണ്ടീഷനായിരുന്നു. ഇവിടെ കംപ്രസ്ഡ് ചെയ്ത് ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്യാണ്. ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തിട്ട് പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പമ്പ് ചെയ്തത്. ഈ ട്രേഡ് ആക്ച്വലി നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ആക്കിയിട്ടുണ്ടായി, നമ്മൾ എടുത്തിട്ടുണ്ടായി. അതേപോലെ ഈ ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ടായി. അതിനുശേഷം നമ്മൾ എടുത്തത് ഈ ഒരു സെല്ലിംഗ് ട്രേഡായിരുന്നു. ഈ ഒരു സെല്ലിംഗ് ട്രേഡും ഏറെക്കുറെ അതേപോലെ റെസിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ്. പക്ഷേ മാനിപ്പുലേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തില്ല. നമ്മളവിടെ ഏഷ്യൻ ഹൈയും ലണ്ടൻ ഹൈയും ഉണ്ടായിരുന്നു. സോ ഒരു മാനിപ്പുലേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തെങ്കിലും ഈ ഒരു കംപ്രസ്ഡ് ഏരിയയിൽ നിന്നും മാർക്കറ്റ് എന്ത് ചെയ്ത് ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്ത് ഇറങ്ങി വന്നു. ദെൻ ഇവിടെ ഒരു കംപ്രസ്ഡ് ഏരിയ ക്രിയേറ്റ് ചെയ്യും, ലിക്വിഡിറ്റി മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്ത് മാർക്കറ്റ് അഗെയിൻ ട്രാവൽ ചെയ്യുകയാണ് ചെയ്തത്. സോ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടുവെക്കുന്ന കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ പെൻഡിങ് ഓർഡേഴ്സ് ടാപ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, അതായത് ഇവിടെ നമ്മളൊരു സെൽ സോണൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി. പക്ഷേ ഇതൊന്നും കണക്ട് ചെയ്തില്ല മാർക്കറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ICT വെച്ചിട്ട് ഓർഡേഴ്സ് ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്ത് വെച്ചപ്പോഴും നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് വന്നാക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്ന മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മാർക്കറ്റ് ഒരു കംപ്രസ്ഡ് ഏരിയ അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു മാനിപ്പുലേഷൻ ശേഷം മാർക്കറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത്
അതായത് ICT ലെവൽസിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ കൺസോൾട്ടേഷൻ, മാനിപ്പുലേഷൻ ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റുമാണ് നമുക്കിപ്പോൾ കണ്ടുവരുന്നത്. പെൻഡിങ് ഓർഡേഴ്സ് കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഡർ ബോക്സ് മീറ്റ് ചെയ്തിട്ട് പോകുന്നത് കുറവായിട്ടുണ്ട് മാർക്കറ്റിൽ. സോ ഈ ഒരു മെത്തേഡും കൂടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് പ്രൈസ് ആക്ഷൻ മെത്തേഡ് പ്ലസ് ICTയുടെ കൺസോൾട്ടേഷൻ, മാനിപ്പുലേഷൻ ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഈസി ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. സോ അതും കൂടി നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതേപോലെ മാർക്കറ്റ് എന്തായാലും ഈ റെസിസ്റ്റൻസ് എത്തിക്കഴിയുമ്പോൾ മാർക്കറ്റ് റിജക്ഷൻ തരാനുള്ള പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ്, ഒരു റീടെസ്റ്റ്, അതായത് ഇപ്പോൾ ഒരു റീടെസ്റ്റ് കഴിഞ്ഞിട്ട് ആക്ച്വലി നമ്മൾ ഈ ഒരു ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു റീടെസ്റ്റ് ഉണ്ടായിരുന്നു, ഈ ഒരു പമ്പിങ്ങിൻ്റെ ഒരു റീടെസ്റ്റ്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റീടെസ്റ്റ് ആക്ച്വലി ഇവിടം വരെയായിരുന്നു. നമ്മളൊരു ബ്രേക്കിംഗ് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി എൻട്രി ഉണ്ടായിരുന്നു, കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഈ ഒരു ഫിബ് ലെവലാണ്. ഇവിടെ റിജക്ഷൻ കാണിച്ചപ്പോൾ ഒരു ഫിബ് ലെവൽ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ മാർക്കറ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ബ്രേക്ക് ചെയ്ത് കിട്ടിയായിരുന്നു. കണ്ടോ, ഇത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ് നടക്കുന്നത് ഇവിടെ. ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് വെച്ചിട്ട് ഈ ഒരു പ്രോപ്പർ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് പിന്നെ ഈ ഒരു ഏരിയനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഉറപ്പിക്കാൻ പറ്റില്ല. ഇത് ടാപ്പ് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ ലെവലിലാണ്. അതിനുശേഷം ഒരു മാർക്കറ്റ് ഇപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് റിജക്ഷൻ ഫസ്റ്റ് റിജക്ഷൻ ആയിട്ട് ഇത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ തന്നെ എന്താ മാനിപ്പുലേഷൻസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ഏരിയ ഇത് തന്നെയായിരുന്നു നമ്മുടെ ഏരിയ. പക്ഷേ എന്ത് ചെയ്ത് കംപ്രസ് ചെയ്ത് ലിക്വിഡിറ്റി ആഡ് ചെയ്തു. തന്നെ എന്ത് ചെയ്തു, ഒരു ലിക്വിഡിറ്റി മാനിപ്പുലേഷൻ ശേഷം ട്രാവലിംഗ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് മാർക്കറ്റിൽ നല്ലോണം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. സോ എന്ത് ചെയ്യുക, ICTയുടെ ഓർഡർ ബ്ലോക്സിനും അതേപോലെ തന്നെ റിജക്ഷൻ ബ്ലോക്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ പ്രൈസ് ആക്ഷൻ ലെവൽസിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ട്രേഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഗോൾഡിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. സോ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു കണ്ടീഷൻസ് വെച്ചിട്ടൊക്കെ നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. സോ വീണ്ടും ഒരു പ്രീ മാർക്കറ്റ് ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് സ്റ്റഡീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ.